നമസ്കാരം. അപ്പോൾ ഈ ഹേമ റിപ്പോർട്ട് അവർ എന്ന് പ്രസിദ്ധീകരിച്ചു എന്നുണ്ടായി നമ്മുടെ പ്രസക്തിയല്ല. പക്ഷേ ഇതിനകത്തും ഒരു സെക്സ് വരുന്നുണ്ട്. കാര്യം ഈ പല കവികൾ തന്നെ എഴുതുന്ന കണ്ടിട്ടില്ല. നമ്മളൊരു റോസാപ്പൂ കണ്ടു കഴിഞ്ഞാൽ മുള്ളുള്ളതാണെങ്കിൽ അതിൻ്റെ മുള്ള് മാറ്റിയിട്ട് അതിനെ മണപ്പിക്കാൻ നോക്കും. ഇപ്പോൾ നല്ലൊരു മാനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെ പിടിച്ചവനെ വളർത്താൻ നോക്കും എന്ന് പറയുന്നത്. ഈ സിനിമ ഫീൽഡെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വലിയൊരു ഫ്ലെക്സിബിളായിട്ടുള്ളതാണ്. അവർക്കിപ്പോൾ ഉദാഹരണം ഒരു പബ്ലിക്കായിട്ടൊരു ഉമ്മ കൊടുക്കുന്നതോ അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുന്നതോ ഇതൊന്നും അവർക്ക് ബാധകമല്ല. അത് കൊച്ചു കുട്ടികളെന്നോ അങ്ങനെയൊന്നുമില്ല. ആരായി കഴിഞ്ഞാലും അവരുടെ ഒരു പാർട്ട് ഓഫ് ദിയർ ലൈഫ് അല്ലെങ്കിൽ പാർട്ട് ഓഫ് ദിയർ ജോബ്. അവർക്ക് പിന്നെ സംവിധായകൻ പറയുന്നത് നീ അവളെ പിടിച്ചുമ്മ കൊടുക്കണം, നീ അവളെ പിടിച്ചുമ്മ കൊടുക്കരുത്, പിന്നെ നീ മുണ്ടെടുത്തോണ്ട് വരണം, നീ മുണ്ടെടുക്കാൻ പാടില്ല, കുളിക്കുമ്പോൾ ഇതെല്ലാം അഴിച്ച് കളയണം എന്നൊക്കെയെന്ന് പറയുമ്പോൾ ഇതിലൊക്കെ അവർക്ക് സമ്മതിക്കാതിരിക്കാൻ ഒക്കത്തില്ല. പക്ഷേ ഒരാണിനും പെണ്ണിനും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ സെക്സ് കാര്യം വരുന്നുള്ളൂ. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ അത് ഇതുമായിട്ട് വലിയ ബന്ധം വരുന്നില്ല. അത് ട്യൂഷനെല്ലാം വരും. ഇപ്പം നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക്കായിട്ടുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ഒരു ഫീൽഡിൽ പോയി ഒരു നായകനും നായികയായിട്ട് കുറേ ദിവസം ഒരു മാനസികമായിട്ട് അടുക്കും. അപ്പോൾ പിന്നെ അവർ ശാരീരികമായിട്ടും അടുക്കും. പിന്നെ അത് പല രീതിയിലും വരും. നമുക്കിപ്പോൾ ആ ഫീൽഡിനെ പറ്റി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇതിപ്പോഴത്തെ നമ്മളതിനകത്ത് ഇടപെടേണ്ട കാര്യവുമില്ല. പിന്നെ ഇതേ ഉള്ളൂ, ഇത് ഈ ജോബിൻ്റെ ഇതൊരു പാർട്ടെന്ന് നമ്മൾ കൂട്ടിക്കോണം. അല്ലെങ്കിൽ പിന്നെ അവരുടെ ഒരു എന്താണ് ജോലിയുടെ സ്ഥിരതയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അവർക്ക് പിന്നെ അവസരം കിട്ടുന്നതിന് വേണ്ടിയോ ആദ്യം അവരെല്ലാം അനുകൂലിച്ചിട്ട് പിന്നെ അവർ പ്രതികൂലിക്കും. ഇപ്പോൾ ഈ സെക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ആണിനും പെണ്ണിനും ഒരുപോലെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ. ഇപ്പോൾ അത് മാത്രമല്ല, ഞാൻ നേരെ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്, ഈ സെക്സ് വരണമെന്നുണ്ടെങ്കിൽ അപ്പിറ്റൈറ്റാണത്. ഇപ്പം ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നു, വിശക്കുമ്പോൾ നമ്മൾ ആഹാരം കഴിക്കുന്നു. അതുപോലെ സെക്സ് എന്ന് പറയുന്ന ഒരു അപ്പിറ്റൈറ്റാണ്. ഇപ്പോൾ ഒരു നായകനും നായികയും സെക്സ്വൽ അപ്പിറ്റൈറ്റ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ അവർ ചെയ്യുന്നതിന് കുറ്റം പറയാനും ഒക്കത്തില്ല. നമ്മുടെ സബ്ജക്റ്റും അല്ലത്, അത് അവരുടെ ഇഷ്ടം. പിന്നെ രണ്ടാമത് വരുന്നത് നിയമപ്രശ്നമാണ്. നിയമം എല്ലാ ആളുകൾക്കും ഒരുപോലെയാണ്. നിയമം എന്ന് പറഞ്ഞാൽ ചെലന്തി വല പോലെയാണ്. ഈ ചെലന്തി വല ഒരു കൊതുക് വന്ന് പറ്റു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു പോകും. ആ സ്ഥാനത്ത് ഒരു പാറ്റ വന്നു കഴിഞ്ഞാൽ രക്ഷത്തില്ല. നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയാണ്. വീക്കായിട്ടുള്ളവൻ എപ്പോഴും നിയമത്തിനെ കുരുക്കി കിടക്കും, അവന് വീക്കല്ലാത്തവൻ മാറും. അങ്ങനെ എത്രയോ പേര് ഇവിടുത്തെ ഈ ലോവർ കോടതി തൊട്ട് സുപ്രീം കോടതി വരെ എന്തെല്ലാം ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ ആൾക്ക് നിയമം ഒന്നാണെങ്കിലും നിയമം പല രീതിയിലാണ്. അപ്പോൾ നമുക്കപ്പോൾ അതിന് പിന്നെ അതിനകത്ത് പോളിറ്റിക്സ് വരുന്നുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതിയിലെ ജഡ്ജായി കഴിഞ്ഞാൽ പുള്ളിക്കും പല ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഇതായിട്ട് നോക്കുമ്പോൾ ലിമിറ്റേഷൻ ഇല്ലാത്ത ഒരു വ്യക്തി പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ, അത് മാത്രമേ ഉള്ളൂ. പിന്നെ പഴയ കാലത്തുണ്ടായിരുന്ന എലിസബത്ത് രാജ്ഞി, അവർക്ക് പല രാജ്യങ്ങളിലും അവരെ ആർക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു സയൻസിനായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ആരെയും കുറ്റപ്പെടുത്തിയിട്ടൊരു കാര്യമില്ല. ഇതിനകത്ത് ആണിനെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, പെണ്ണിനെയും കുറ്റപ്പെടുത്തി. പിന്നെ അവരിതൊക്കെ കൊണ്ടുവരുന്നതിൻ്റെ കാരണം പിന്നെ പല മോട്ടീവായിരിക്കും, അത് നമുക്കറിയേണ്ട കാര്യമില്ല. പക്ഷേ ഇതിൻ്റെ കാരണം ഇതേ ഉള്ളൂ, ഒരു അപ്പിറ്റൈറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കാവൂ. അല്ല നമ്മളിപ്പോൾ പോളിറ്റിക്സായിട്ട് ഒന്നെടുത്ത് തന്നെ കാണിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഹോളിസ്റ്റിക് മെഡിസിനാണ്. അതായത് ഒരു അറിവുള്ള ഡോക്ടർ കഴിയുന്നതും ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ അസുഖങ്ങൾക്കും വലിയ ദോഷവശം ഇല്ലാത്ത രീതിയിൽ ആളുകൾക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന മെത്തേഡാണ് ഹോളിസ്റ്റിക് മെഡിസിൻ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നതെന്നും അഡ്വൈസ് ചെയ്യുന്നതും പിന്നെ ബൈപ്പാസ് സർജറി ഒഴിവാക്കാൻ, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കാൻ, ആൻജിയോഗ്രാം ഒഴിവാക്കാം, അതിൻ്റെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിനെ പറ്റിയും സംശയമുണ്ടെങ്കിൽ വൈകിട്ട് 7 മണിക്ക് ശേഷം എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാനതെല്ലാം ഈ ലേസർ ട്രീറ്റ്മെൻറ്റിനെ പറ്റി കൂടുതലായിട്ട് ഹാർഡ് ഡിസീസിനെ പറ്റിയും പറയുന്നതാണ്.